കരയില്ലേ 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 കരയില്ലേ. എങ്ങനെയാടാ വീട്ടിൽ കയറ്റണത്? ഇതല്ലേ അവസ്ഥ. ആ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ ഞാൻ റെഡി, ഞാൻ പോയി കിച്ചണിൽ പോയി ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു പോകും. 2 ദിവസം കഴിയുമ്പം അവിടെ തുടങ്ങും, എനിക്ക് വിളമ്പാൻ പറ്റിയില്ല, എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും. പിന്നെ എങ്ങനെ വീട്ടിൽ കയറ്റുന്നത്? വീട്ടുകാർക്ക് വരെ അറിയാം. ഇവിടെ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസിന്റെ എപ്പിസോഡായിരുന്നു ഇന്ന് കാണാൻ പറ്റിയത്. അനുമോള് വറുത്തരച്ച് ഇതാണ് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം. പക്ഷേ ആദിലെ നൂറയും അനുമോളുടെ കസ്റ്റഡിയിലായത് കൊണ്ട് അവർക്ക് മനസ്സിലാവണില്ല. ഇന്ന് അവര് കസ്റ്റഡിയിൽ നിന്ന് ഇന്ന് അവർക്ക് വിടുതലായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ പറയുന്ന അനുമോളുടെ സ്വഭാവം എന്താ. ഇതേ സംഭവം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച അക്ബർ പറഞ്ഞപ്പോഴും ആ വെസൽ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോഴും ഈ അനുമോള് കിടന്ന് ബഹളം എല്ലാം കാണിച്ചു. ഇതേ സാധനം തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. അതേ സംഭവം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഈ ആഴ്ചയും നടന്നു പോകണം, അത്രേ ഉള്ളൂ. ഈ സത്യം പറയട്ടാ, ഈ നമ്മളെ അനീഷിന് അവിടുത്തെ മറ്റേ പാവാട വള്ളി വല്ല എടുത്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ. ഈ ആഴ്ച എന്തായാലും വോട്ടിന് വന്നു കഴിഞ്ഞു. അപ്പൊ അനീഷ് എന്തെങ്കിലുമൊക്കെ കാണിച്ചേ പറ്റുമോ നോക്കുമ്പോ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടിരിക്കണേ, ആ പെൺകുട്ടിക്ക് ഒരു കരുതൽ കിട്ടാമെന്നും പറഞ്ഞിട്ട് അനീഷ് ഇന്ന് കൂടെ ചേർന്നാണെന്ന് തോന്നണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇന്നത്തെ ഒരു ബെസ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബാക്ക്ഗ്രൗണ്ടിൽ അക്ബർ നിവിന് അത് ആസ്വദിക്കണ, ആദിലയും ഈ നൂറയും തമ്മിൽ അടി കൂടി പിരിയണത് അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സമയത്ത് നമ്മൾ അനീഷ് പറഞ്ഞ സമയത്ത് പറയും ആ ഡിങ്കൻ വരുന്നുണ്ടല്ലോ അനുമോളെ രക്ഷിക്കാൻ വേണ്ടി. ആ ഒരു കമന്ററി കേട്ടാണ് നിങ്ങൾ ആരെങ്കിലും? അനുമോള് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വെസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം അവിടെ നിന്നിട്ട് അത് നോക്കാതെ മറ്റേ ചോറ് പാത്രം എടുത്തോണ്ട് വന്ന് കാണിച്ച് ലാലേട്ടൻ എടുത്തു. അതായത് വിഷയം ഭയങ്കരമായിട്ട് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വിട്ട ഒരു സംഭവമായിരുന്നു. അത് ഈ ആഴ്ച അക്ബർ വളരെ വ്യക്തമായിട്ട് കണ്ടില്ലേ. നമ്മളിട്ടാൽ പള്ളി നിക്കർ, ഇവരിട്ടാൽ ബെർമൂഡ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇരുന്നത്. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നേരത്തെ കിടന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇത് കണ്ടപ്പം, ഇന്നത്തെ പ്രൊമോയൊക്കെ കണ്ടപ്പോൾ ഇത് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ പോയി സമാധാനമായിട്ട് കിടക്കണത്? എടാ അവിടെ ആദിലെ ഒരു സീനിലെടാ അനീഷിന്റെ അടുത്ത് നൂറ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത സമയത്ത് ലാസ്റ്റ് അനീഷ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നൂറ ഷൗട്ട് ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് അനീഷ് ഒന്ന് സ്റ്റക്കായി പോയിട്ടോ. അത്ര ഗംഭീരമായിട്ടാണ് ആ ഷൗട്ടിങ് നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഈ നൂറെ ആദിലൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഗെയിമാണ്. കഴിഞ്ഞ ആഴ്ച മൊത്തം അനുമോളുടെ തണലിൽ മറ്റേ ഒതുങ്ങിപ്പോയി, മനസ്സിലായി. ഈ ആഴ്ചയെങ്കിലും അവര് അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് അത് ഗെയിം കളിക്കുന്ന നല്ല ഒരു ഇതാണ്. നൂറയൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ വിന്നറായതാണ് ഫിനാലയിൽ വന്ന്. ആദിലെ നല്ല ഗെയിമാണ് കേട്ടോ. അതിലേക്ക് നിന്ന് കപ്പടിച്ചാൽ നമുക്ക് ഒരു തെറ്റ് പോലും പറയാൻ പറ്റില്ല. അവര് അതിന് അർഹതപ്പെട്ടാണ്. അനുമോളക്കാനൊക്കെ വളരെ അർഹതപ്പെട്ടാണ്. അതിലേക്ക് നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് സത്യം.